അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം രണ്ടാമത്തെ പാർട്ട്, അതിൽ 8ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതിനു മുമ്പെടുത്ത ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം 1ാമത്തെ പാർട്ടിലെ വീഡിയോസ് കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ചാനലിൽ പോവാൻ സാധിക്കും. ചാനലിൽ പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. എടുത്തതിന് ശേഷം ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും. ആ പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം 1ാമത്തെ പാർട്ടിലെ വീഡിയോസ് കൂട്ടുകാർക്ക് ലഭ്യമാകും. അതിൽ ആവശ്യമുള്ള പാഠത്തിന്റെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് എടുത്തു നോക്കാം. ഈ പ്ലേലിസ്റ്റിൽ തന്നെ ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം 2ാമത്തെ പാർട്ടിലെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പാഠം ഒന്ന് മനസ്സിലാക്കാം. കാരണം ഈ പാഠം അറബിയിലാണ്. ഈ പാഠത്തിൽ നാം ഒരു സംഭാഷണമാണ് പഠിക്കുന്നത്. മുഹമ്മദും ബായിഉം, ബായിഉ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരനും തമ്മിലുള്ള സംഭാഷണമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കിയതിനു ശേഷം ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. അദ്ദർസു സാമിൻ, 8ാമത്തെ പാഠം, ജരീദത്തു സിറാജ്. ആദ്യം മുഹമ്മദ്: അസ്സലാമു അലൈക്കും. അൽ ബായിഉ: വഅലൈക്കുമുസ്സലാം. മാദാ തുരീദു. ആദ്യം മുഹമ്മദ് സലാം പറഞ്ഞു. അതിന് കച്ചവടക്കാരൻ സലാം മടക്കി ചോദിക്കുന്നു: മാദാ തുരീദു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? മുഹമ്മദ്: ബികം ഹാദൽ ഖലം. ഈ പേനയ്ക്ക് എത്ര രൂപയാണ്? ബായിഉ: ബിറൂബിയത്. കം ഖലമൻ തുരീദു. ബിറൂബിയത് എന്ന് പറഞ്ഞാൽ 1 രൂപ. കം ഖലമൻ തുരീദു എന്ന് പറഞ്ഞാൽ എത്ര പേനയാണ് നിങ്ങൾക്ക് വേണ്ടത്? മുഹമ്മദ്: ഉരീദു സലാസത അഖ്ലാം. എനിക്ക് 3 പേനകൾ വേണം. ബായിഉ: വാഹിദ്, ഇസ്നാൻ, സലാസത്ത്. മാദാ തുരീദു ബഅദ്. 1, 2, 3. ഇനി എന്താ വേണ്ടത്? മുഹമ്മദ്: ജരീദത്തു സിറാജ്. സിറാജ് പത്രം. അൽ ബായിഉ: സലാസത്തു അഖ്ലാമിൻ ബിസലാസി റൂബിയാത്തിൻ വൽ ജരീദത്തു ബിഖംസി റൂബിയാത്ത്. അതായത് 3 പേനയ്ക്ക് 3 രൂപ. സിറാജ് പത്രം 5 രൂപ. മൊത്തം 8 രൂപയായി. ഇവിടെ നോക്കൂ, അൽ മജ്മൂഉ സമാനു റൂബിയാത്ത്. ഇതിൻ്റെ അർത്ഥം മൊത്തം 8 രൂപയായി. മുഹമ്മദ്: ഹാദിഹി 10 റൂബിയാത്ത്. ഇത് 10 രൂപയാണ്. അൽ ബായിഉ: കച്ചവടക്കാരൻ പറഞ്ഞു. ഹാദാ ഹുവൽ ബാക്കി റൂബിയത്താനി. ഇതാ ബാക്കി 2 രൂപ. ശുക്രൻ, നന്ദി. ജസാക്കല്ലാഹു ഖൈറാ. അല്ലാഹു നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. അവസാനം മുഹമ്മദ് പറഞ്ഞു അഫ്വൻ, ഓക്കെ അല്ലെങ്കിൽ ശരി. ഇതോടെ ഈ സംഭാഷണം കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ സംഭാഷണം മനസ്സിലായില്ലേ? നമുക്കിനി തദ്രീബാത്ത് നോക്കാം. എല്ലാവരും തദ്രീബാത്ത് എടുത്തില്ലേ? തദ്രീബാത്തിൽ ആദ്യം നഖ്റ വ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കണം. മാദാ, എന്ത്. തുരീദു, നിനക്ക് വേണം. ബികം, എത്ര. ഉരീദു, എനിക്ക് വേണം. ഖലമുൻ, പേന. റൂബിയത്, രൂപ.
അൽ മജ്മൂ ആകെ, ബാക്കി ബാക്കി, ബാഇഉൻ കച്ചവടക്കാരൻ. ഇനി അടുത്തത് നഖ്റ. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കണം. ഇവിടെ 1, 2, 3 ഇതെല്ലാം അറബിയിൽ കൊടുത്തിരിക്കുന്നു. വാഹിദുൻ 1, ഇസ്നാനി 2, സലാസത്തുൻ 3, അർബഅത്തുൻ 4, ഖംസത്തുൻ 5, സിത്തത്തുൻ 6, സബഅത്തുൻ 7, സമാനിയത്തുൻ 8, തിസ്അത്തുൻ 9, അശ്റത്തുൻ 10. ഇനി അടുത്തത് നോക്കൂ. ഇതിനു മുകളിൽ വാഹിദുൻ, ഇസ്നാനി ഇങ്ങനെ നാം വായിച്ചല്ലോ. ഇങ്ങനെ ഒരു സാധനത്തോട് യോജിച്ചു കൊണ്ട് എങ്ങനെയാണ് വായിക്കുക? ഇപ്പോ ഉദാഹരണം, ഒരു പേന, ഇതെങ്ങനെയാണ് അറബിയിൽ വായിക്കുക? കലമുൻ വാഹിദുൻ, ഒരു പേന. ഇതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു കലമാനി ഇസ്നാനി. ഇവിടെ മനസ്സിലാക്കണം, കലമാനി ഇസ്നാനി 2 പേനകൾ. ഇനി അടുത്തത് സലാസത്തു അഖ്ലാമിൻ 3 പേനകൾ, അർബഅത്തു അഖ്ലാമിൻ 4 പേനകൾ, ഖംസത്തു അഖ്ലാമിൻ 5 പേനകൾ, സിത്തത്തു അഖ്ലാമിൻ 6 പേനകൾ, സബഅത്തു അഖ്ലാമിൻ 7 പേനകൾ, സമാനിയത്തു അഖ്ലാമിൻ 8 പേനകൾ, തിസ്അത്തു അഖ്ലാമിൻ 9 പേനകൾ, അശ്റത്തു അഖ്ലാമിൻ 10 പേനകൾ. ഇനി അടുത്തത് ബിന്ദും വാഹിദത്തുൻ. ഇവിടെ ബിന്ദുൻ, ബിന്ദുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. ബിന്ദും വാഹിദത്തുൻ, വാഹിദത്തുൻ 1. അപ്പോൾ ഒരു പെൺകുട്ടി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പെൺകുട്ടി ഇത് സ്ത്രീലിംഗമാണ്. അപ്പോൾ സ്ത്രീലിംഗത്തോട് യോജിച്ച് എഴുതുമ്പോൾ ഇവിടെ വാഹിദത്തുൻ. ഇതിനു മുമ്പ് നോക്കൂ, വാഹിദുൻ എന്നല്ലേ? ഇവിടെ സ്ത്രീലിംഗമായത് കൊണ്ട് വാഹിദത്തുൻ, ബിന്ദും വാഹിദത്തുൻ ഒരു പെൺകുട്ടി. അതുപോലെ തന്നെ ബിന്ദാനി ഇസ്നത്താനി, ബിന്ദാനി ഇസ്നത്താനി. ഇവിടെ നോക്കൂ, കലമാനി ഇസ്നാനി എന്നാണ്. ഇവിടെ 2 പെൺകുട്ടികൾ. അപ്പോൾ ഇസ്നത്താനി, ഇസ്നാനി, ഇവിടെ ഇസ്നത്താനി. വ്യത്യാസം മനസ്സിലാക്കണം. സലാസു ബനാത്തിൻ 3 പെൺകുട്ടികൾ, അർബഉ ബനാത്തിൻ 4 പെൺകുട്ടികൾ, ഖംസു ബനാത്തിൻ 5 പെൺകുട്ടികൾ, സിത്തു ബനാത്തിൻ 6 പെൺകുട്ടികൾ, സബഉ ബനാത്തിൻ 7 പെൺകുട്ടികൾ, സമാനു ബനാത്തിൻ 8 പെൺകുട്ടികൾ, തിസ്ഉ ബനാത്തിൻ 9 പെൺകുട്ടികൾ, അവസാനം അശ്റു ബനാത്തിൻ 10 പെൺകുട്ടികൾ. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കൂ. നക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എഴുതണം. കിതാബുൻ പുസ്തകം, കുത്തുബുൻ പുസ്തകങ്ങൾ. ഇവിടെ കിതാബുൻ ഒരു പുസ്തകം, അതിൻ്റെ ബഹുവചനമാണ് കുത്തുബുൻ പുസ്തകങ്ങൾ. മുഅല്ലിമത്തുൻ അധ്യാപിക. അപ്പോൾ മുഅല്ലിമാത്തുൻ എന്താണ് വരാ? അധ്യാപികമാർ. അടുത്ത പേജ് നോക്കൂ. വലതുൻ ആൺകുട്ടി, ഔലാദുൻ ആൺകുട്ടികൾ, ബിന്ദുൻ പെൺകുട്ടി, ബനാത്തുൻ പെൺകുട്ടികൾ. ഇനി അടുത്തത് നോക്കൂ. നംല ഉൽ ഫറാഗ് മിമ്മ ഫിൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് അവിടെ പൂരിപ്പിക്കണം. ആദ്യം നോക്കൂ. അർബഉ ഡാഷ്, അവിടെ ബ്രാക്കറ്റിൽ ബിന്ദിൻ, ബനാത്തിൻ, വലദിൻ കൊടുത്തിരിക്കുന്നു. ശരിയായത് ബനാത്തിൻ, അർബഉ ബനാത്തിൻ. അടുത്തത് അശ്റത്തു ഡാഷ്, അവിടെ ബ്രാക്കറ്റിൽ ഉമ്മഹാത്തിൻ, ആബായിൻ, അബിൻ കൊടുത്തിരിക്കുന്നു. ശരിയായത് ആബായിൻ. അടുത്തത് സമാനിയത്തു ഡാഷ്, ബ്രാക്കറ്റിൽ ഔലാദിൻ, ത്വാലിബാത്തിൻ, ത്വാലിബത്തിൻ. ശരിയായത് ഔലാദിൻ ഡാഷ് ത്വാലിബാത്തിൻ.
അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? ഇവിടെ ബ്രാക്കറ്റിൽ അഷ്റത്തു, ഹംസത്തു, സിത്തു കൊടുത്തിരിക്കുന്നു. ശരിയായത് സിത്തു. സിത്തു ത്വാലിബാത്തിൻ ഡാഷ് ഔറാഖിൻ ബ്രാക്കറ്റിൽ സബഅത്തു, അർബഉ, തിസ്ഉ കൊടുത്തിരിക്കുന്നു. ശരിയായത് സബഅത്തു. സബഅത്തു ഔറാഖിൻ ഡാഷ് ബിന്ദുൻ. ഇവിടെ ബിന്ദുൻ ഇതെന്താണ്? സ്ത്രീലിംഗമാണ്. ഈ ഹാദ നാം ഉപയോഗിക്കില്ല. കാരണം ഹാദ അത് പുല്ലിംഗത്തിന് മാത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹാദിഹി അതെന്താണ്? സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കും. ഹാദിഹി ബിന്ദുൻ. ഇനി അടുത്തത് ഹാദിഹി ഡാഷ്. അവിടെ ബ്രാക്കറ്റിൽ മുഅല്ലിമുൻ, മുഅല്ലിമത്തുൻ. ഹാദിഹി സ്ത്രീലിംഗമാണ്. ഇവിടെ ബ്രാക്കറ്റിൽ മുഅല്ലിമുൻ അത് പുല്ലിംഗമാണ്. അതുകൊണ്ട് അത് എഴുതരുത്. മുഅല്ലിമത്തുൻ അതാണ് സ്ത്രീലിംഗം. ഹാദിഹി മുഅല്ലിമത്തുൻ. ഇനി അടുത്തത് നുഇദ്ദു ഹിവാരൻ ജറാ ബൈന ജാബിരിൻ വബാഇ. ഇവിടെ ജാബിറും കച്ചവടക്കാരനും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കണം. നമുക്ക് തയ്യാറാക്കാം. ആദ്യം ബായിഉൻ. അസ്സലാമു അലൈക്കും. ജാബിർ വഅലൈക്കുമുസ്സലാം. ബായിഉൻ മാദാ തുരീദു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ജാബിറുൻ ബിക്കം ഹാദൽ കിതാബ്. ഈ കിതാബിൻ്റെ, ഈ പുസ്തകത്തിൻ്റെ രൂപ എത്രയാണ്? കച്ചവടക്കാരൻ സമാനു റൂബിയാത്ത് 8 രൂപയാണ്. ജാബിറുൻ ഹാദിഹി സമാനു റൂബിയാത്ത്. ഇതാ 8 രൂപ. ശുക്രൻ, നന്ദി. ഇതോടെ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.